ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പോകുന്നത് സാമ്പ്രാണിക്കുടിയിലേക്കാണ്. സാമ്പ്രാണിക്കുടിയിൽ വെള്ളമൊക്കെ ആയതുകൊണ്ട് ഞാൻ നിക്കറാണ് ഇട്ടേക്കുന്നത്. സോ മനുമോനുണ്ട് കൂടെ. അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണിക്കുടി പോകണം ഗൈസ്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് നേരെ സാമ്പ്രാണിക്കുടിയിലേക്ക് വിടുവാണ്. ഞാൻ ഒരുപാട് റീലൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് റീല് ഇതൊരു അടിപൊളി പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുവാണ്. അവിടെ ചെന്നുടനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാല് മണി അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നു ആ സമയം. കാരണം ആ സമയം ടിക്കറ്റ് കിട്ടില്ലായിരുന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ പോലും അവർ വെയിറ്റ് ചെയ്യാനും ഞങ്ങളുടെ നമ്പർ എഴുതി മേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4:30 വരെ ഉള്ളവിടെ എന്താണ് നമുക്ക് അവിടെ പോകാൻ പറ്റുന്ന സമയം. അത് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും. അങ്ങനെ ഞാനാണെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ അവിടെ നിന്നും അടുത്ത സമയത്ത് ഞങ്ങളാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് അവിടുത്തെ ഒരു കാബേജ് മേടിച്ച് കഴിച്ചു. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അവിടെ എല്ലാം നിന്ന് കറങ്ങി. എന്നാൽ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. കുറേ വെയിറ്റ് ചെയ്തു, എന്നിട്ടും കിട്ടിയില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ ടെർമിനൽ 1 കയറി. ടെർമിനൽ 2 ഒരിക്കലും പോകരുത്. അവിടെ പോകുന്നവർ ഒരിക്കലും ടെർമിനൽ 2 പോകരുത്. ടെർമിനൽ 1 അല്ലെങ്കിൽ ടെർമിനൽ 3 പോകാവൂ. കാരണം ടെർമിനൽ 1 ഞങ്ങൾ പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ ടെർമിനൽ 1 കയറി കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് അവിടെ കിടന്ന് നമുക്ക് ചുറ്റിക്കറങ്ങാൻ പറ്റും. പക്ഷേ ടെർമിനൽ 2 പോയി കഴിഞ്ഞാൽ 40 മിനിറ്റ് സമയമുള്ളൂ നമുക്കിവിടെ ചുറ്റിക്കറങ്ങാനായിട്ട്. അങ്ങനെയാണ് അവിടുത്തെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാനാണെങ്കിൽ അവസാനം സാമ്പ്രാണിക്കുടിയിലെത്തി. ഇവിടെ എത്താൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ഫസ്റ്റ് ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ലല്ലോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ കടയുണ്ടായിരുന്നു. എൻ്റെ ഒരു മനസ്സിലെ ഒരു ചിന്ത എന്ന് പറയുമ്പം ആ കടയിലെല്ലാം പലതരത്തിലുള്ള അച്ചാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ അങ്ങനൊന്നും അല്ല കേട്ടോ. അവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് മാങ്ങയിൽ കുറച്ച് ഉപ്പും മുളകും തേച്ചതും, അതേപോലെ തന്നെ ഈ തണ്ണിമത്തനെയും മുളകും ഉപ്പും തേച്ചതും, പിന്നെ അതേപോലെ കൈതച്ചക്കയിൽ അത് തന്നെ സെയിം സാധനം. അല്ലാണ്ട് അവിടെ ഒരു 6 കടയുണ്ടെങ്കിൽ 6 കടയിലും സെയിം സാധനമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഗുമ്മ തോന്നിയില്ല. ജസ്റ്റ് അവിടെ വന്ന് കാലൊക്കെ നനച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഴിഞ്ഞ് പോകാവുന്ന ഒരു സ്പോട്ടാണ്. വലിയ ഈ റീലി പറയുന്ന പോലെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തില്ല. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു, കാലൊക്കെ നനച്ചു. അങ്ങനെ കാലൊക്കെ നനച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നൈസായിട്ട് തിരിച്ച് കയറി. പിന്നെ സാമ്പ്രാണിക്കുടി പോകുന്നവർ അവിടെ ആണെങ്കിൽ നമുക്ക് ചെറിയ കപ്പിനുള്ളിലാണെങ്കിൽ ഉപ്പ് മുളക് ഇട്ട സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. അതാണെങ്കിൽ ഞാൻ 50 രൂപയ്ക്കാണ് മേടിച്ചത്. പക്ഷെ അവരോട് നമുക്ക് വില പേശി കഴിഞ്ഞാൽ നൈസായിട്ട് ഒരു കുറച്ച് രൂപ, ഏകദേശം ഒരു 20 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു പോയി. എനിക്ക് അവിടുത്തെ ഒരു അച്ചാർ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് മെയിനായിട്ട് പോയത് തന്നെ. അങ്ങനെ ഞാൻ അവിടുത്തെ ബീഫിൻ്റെ ഒരു പിക്കിൾ വാങ്ങി. ഈ ഒരു ഒറ്റ കടയിൽ ഞാൻ ഈ അച്ചാറൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടുള്ളൂ. മേ ബി ടെർമിനൽ 3 അങ്ങനെ വിൽക്കുന്നുണ്ടാവും. ഞാൻ ടെർമിനൽ 2 പോയി, ടെർമിനൽ 1 പോയി. ടെർമിനൽ 3 എവിടെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഒരു ചേട്ടൻ പറഞ്ഞ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ദാഹിച്ചപ്പോൾ ഒരു 0 ഷുഗറിൻ്റെ ഒരു പെപ്സിയും കൂടെ വാങ്ങി. അതും കൂടെ കുടിച്ച് നേരെ ഞാൻ പോയത് ഞങ്ങളുടെ നാട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഭയങ്കര വിശന്ന് കേട്ടോ. അങ്ങനെ ഞാനൊരു ഹോട്ടലിൽ കയറി. അങ്ങനെ ഹോട്ടലിൽ കയറി എല്ലാവർക്കും അറിയാവുന്ന ഹോട്ടലാണ്. അങ്ങനെ അവിടെ കയറി ഒരു മന്തി മേടിച്ചു. പക്ഷേ മന്തി ആണെങ്കിൽ ആദ്യത്തെ ടേസ്റ്റൊക്കെ കൊള്ളായിരുന്നു. പിന്നെ അങ്ങോട്ട് വന്നപ്പം ഒരു ഗുമ്മില്ല, ഒരു ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തപ്പോൾ എനിക്ക് തോന്നി. അങ്ങനെ വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. അങ്ങനെ അതെല്ലാം കുറച്ച് നേരം ഇരുന്ന് കഴിച്ചു. കാരണം മേടിച്ചതല്ലേ, നല്ല വിശപ്പും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിക്കൻ കുഴിമന്തിയാണ് മേടിച്ചത്, നോർമൽ കുഴിമന്തി. അങ്ങനെ സ്പെഷ്യലായിട്ട് അത് തിങ്ങോ കാര്യങ്ങളോ അൽഫാമോ ഒന്നുമല്ല, നോർമൽ കുഴിമന്തി മേടിച്ചു. അങ്ങനെ അതും കൂട്ടി മയണൈസും കൂട്ടി നടിച്ചു. പക്ഷെ അത് കഴിച്ചിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മീറ്റ് ഷവർമയും മേടിച്ചു. കാരണം അതിനെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അതും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. കൂടെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.